കലാമേ നമസ്കാരം. കലാം, ഇത് കലാമിന്റെ പഞ്ചായത്താണോ? ഇത് മേപ്പാടി പഞ്ചായത്ത് 11-ാം വാർഡ്. നിങ്ങളുടെ വാർഡിലാണ് കൂടുതൽ ആളുകൾ പോയത്. ഇപ്പം ഞാൻ നിലവിൽ ഇതിലെ മെമ്പറല്ല, എക്സ് മെമ്പറാണ്. ഇപ്പം ഇവിടുത്തെ മെമ്പർ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബാബുവാണ്. എത്ര വീട് പോയി കാണുമോ നിങ്ങളുടെ വാർഡിൽ മാത്രം? ഇവിടെ ഏകദേശം ഒരു 10-30 മുകളിൽ വീട് പോയിട്ടുണ്ട്. ഒരു വാർഡിൽ മാത്രം? വാർഡിൽ ഏകദേശം 143 ആളുകൾ ഈ ഒരു പ്രദേശത്ത് ഞങ്ങൾ നല്ല ഒരു കണക്കെടുത്തിരുന്നു. മിസ്സിംഗ് ആണോ? മിസ്സിംഗ്, മരണപ്പെട്ടത്, ബോഡി കിട്ടാത്തതും മരിച്ചതും കൂടി 143 ഈ ഒരു വാർഡിൽ. മിസ്സിംഗ് എത്ര പേര് കാണുമായിരിക്കും? മിസ്സിംഗ് ടോട്ടലാണ്, ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഇനി കിട്ടാനുള്ളത് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇന്ന് ഇരുന്നിട്ട് ഞങ്ങളെ അന്ന് ഫോൺ ചെയ്തപ്പോൾ ഹർഷ അതേപോലെ മോഹൻ എന്നിങ്ങനെ രണ്ടുപേര് വിളിച്ചായിരുന്നു. അവരുടെ അമ്മയും പാർത്ഥയും ബന്ധുവും. അപ്പോൾ ഞങ്ങൾ കുറേ തെരഞ്ഞു. അവസാനം കലാമാണ് ആ വീട് തെരച്ചിരുന്നത്. അതെ, അവർ കിട്ടിയില്ലല്ലോ, ബോഡി ഇതുവരെ കിട്ടിയില്ല. മിസ്സിംഗിൽ അതൊക്കെ പെടും. ഇതുവരെ മിസ്സിംഗ്. അവർ എവിടെയായിരിക്കും സാധ്യത ഉണ്ടാവുക? ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ കണ്ടാൽ അത് എവിടെ ഉണ്ടാവും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ഇവിടുന്ന് പോയി നേരെ പോകുന്നത് നിലമ്പൂരേക്കാണ്, 30 കിലോമീറ്ററൊക്കെ അല്ലേ? അതെ അതെ അതെ. ഫസ്റ്റ് ബോഡി ചൂരൽമല സ്കൂളിൻ്റെ അവിടെ നിന്ന് കിട്ടുന്നത് ഇവിടെയുള്ള ഈ പള്ളീൻ്റെ അടുത്തുള്ള ഒരാളതാണ് ഫസ്റ്റ് കിട്ടുന്നത്. അത് ഏകദേശം 2-2.5 കിലോമീറ്റർ ഉള്ളൂ. കലാം എവിടെയായിരുന്നു ആ സമയത്ത്? ഞാൻ മേപ്പാടിയാണ് താമസം. മേപ്പാടിയായിരുന്നു. രാത്രി ഇങ്ങോട്ട് പുറപ്പെട്ടു. പക്ഷേ വരുമ്പോൾ ഇത്രയും ഉണ്ടെന്നൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങോട്ട് ചുരൽമല എത്തിയപ്പോൾ പാലം കാണുന്നില്ല. ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പിന്നെ കുറച്ച് വെളിച്ചം വെക്കുന്ന ഒരു 6 മണി വരെ നിന്ന് വടം കെട്ടി അങ്ങനെ കൂടിയിട്ട് ഇവിടെ എത്തി. ഇവിടെ കുറേ ആളുകൾ പരിക്കേറ്റ് ഭീകരമായ പരിക്കൊക്കെ ആയിട്ട് ഇവിടെ ഇതിനകത്ത് കിടക്കായിരുന്നു. അവരെ ഞങ്ങൾ ചുമന്ന് അവിടെ മദ്രസയിലെത്തിച്ചു. അവിടുന്ന് പിന്നെ NDRF ആ പാലം കടത്തി അപ്പുറം എത്തി ഹോസ്പിറ്റലിൽ എത്തിച്ചു. ജീവനുള്ള ആളുകളൊക്കെ കൊണ്ടുപോയി. അതിനുശേഷം ഒരു ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കാണത്തില്ല. 18 ബോഡി അന്ന് ഞങ്ങൾ എടുത്തിട്ട് ഒരു എസ്റ്റേറ്റ് റൂമിൽ വെച്ചുക, വാതിൽ പോലും ഇല്ല. എന്നെ വിളിച്ചിരുന്നു. ആ, അത് വല്ലാത്തൊരു ഒരു അവസ്ഥയാണ് അത്. എന്നിട്ട് അന്ന് രാത്രിക്ക് തന്നെ എല്ലാവരെയും പാർത്ഥയുടെയും അവിടെ ബോഡി കിട്ടിയെന്ന് പറഞ്ഞു, അറിയിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡെസ്കിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. ആ ബോഡി കിട്ടിയത് സംസ്കരിച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് ഇപ്പോൾ പോകും, താഴേക്ക് പോകും. കലാമാണ് ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. പാർത്ഥയുടെ നന്ദ പാർത്ഥ അല്ല, അവർ താഴെയാണ്. ബോഡി കിട്ടി. ഓക്കെ, ശരി. അതെല്ലാം പോയി അല്ലേ? അറിയുന്നില്ല നമുക്ക്. ഓക്കെ, അവിടെ ഒരു സ്മെല്ല് തെരഞ്ഞുകൊണ്ടിരിക്കപ്പോ ഒരു വീട് മൻസൂർ നഗരത്തിന്റെ വീടിന്റെ അവിടെ ഒരു സ്മെല്ല്. അപ്പോൾ അവിടെ ഒന്ന് ചെയ്തു.